കുറച്ച് തീരുമാനങ്ങൾ നല്ലൊരു ഇൻകം പ്ലാൻ ഉള്ള ഒരു പ്രൊജക്റ്റിൽ നമ്മൾ വന്നിട്ടുള്ളത്. അതുപോലെ നല്ല പ്രൊഡക്റ്റ്, ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ്, ഒരുപാട് ആളുകൾ കൊടുത്ത റിസൾട്ട് കാര്യങ്ങൾ കിട്ടിയ പ്രൊഡക്റ്റാണ് നമ്മുടെ കമ്പനികളിൽ. അതുപോലെ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ ലീഡേഴ്സിന്റെ സപ്പോർട്ട്, അതുപോലെ നമുക്ക് GTS NDA പ്രോഗ്രാം, അതുപോലെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ നമ്മളെ കൂടെ വന്ന ആളുകളെ കൈപ്പിടിച്ച് വിജയിപ്പിക്കുക. നമ്മളെ കൂടെ ഒരു ടീം വന്നിട്ടുണ്ടെങ്കിൽ അവരെ വിജയിക്കാനുള്ള നമ്മൾ തീരുമാനം എടുക്കും. ഉറച്ചൊരു തീരുമാനമാണ് നമുക്ക്. അവരെ ഞാൻ വിജയിപ്പിക്കും, അവർക്ക് നമ്മൾ ഇതിലൂടെ എത്ര വരുമാനം വാങ്ങിക്കൊടുക്കും. അതുപോലെ നമ്മളെ ഉറച്ച തീരുമാനം, ഇതിലൂടെ 2,10,000 ഞാൻ വാങ്ങും. അതുപോലെ ഇതിലൊരു വാഹനം അച്ചീവ് ചെയ്യും, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനത്തും നമ്മളെ ബിസിനസ് എത്തിക്കും. അതൊക്കെ നമ്മളിതിൽ ഉറച്ച തീരുമാനം എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് അധികം ആളുകൾ ഇതിൽ ഫെയിൽ ആകാനുള്ള കാരണം നമുക്കൊരു ഉറച്ച തീരുമാനമുള്ള. അതായത് ശരിക്കും പറഞ്ഞ ഒരു കഥ പറയുകയാണെങ്കിൽ, ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ പറമ്പിൽ നിധി ഉണ്ടെന്ന് കണ്ടെത്തി ഒരുപാട് ആയങ്ങളിലേക്ക് കളച്ച് പോയിട്ട് അങ്ങനെ അദ്ദേഹം അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ആ പറമ്പും വീടൊക്കെ പാടെ വേറൊരാൾക്ക് വിറ്റ് ആൾക്ക് 100% ഉറപ്പുണ്ട് ഈ പറമ്പിൽ നിധി ഉണ്ട്. അങ്ങനെ അദ്ദേഹം ആ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തിന് കിട്ടാത്ത സ്ഥിതിക്ക്, അതായത് നമുക്ക് ക്ഷമിക്കാനുള്ള ഒരു ടൈമില്ല, അതിനൊരു ടൈം ഉണ്ടല്ലോ. അങ്ങനെ 3ാമത്തെ ആളുകൾക്കാണ് ആ നിധി കിട്ടിയത്. അപ്പൊ നമ്മളൊക്കെ ചെയ്യേണ്ട കാര്യം, നമ്മൾ സക്സസ് അടുത്ത് എത്തിക്കൊണ്ടിരിക്കണം. ആ അടുത്ത് എത്തുന്ന ടൈമിലാണ് നമ്മൾ ഈ ബിസിനസ് നിർത്തി പോവാം. അപ്പൊ ഇന്നിപ്പോ ഇവിടെ നമ്മളെ MCI കൈകാര്യം ചെയ്ത, അപ്പൊ ഞാൻ ഈ ബിസിനസ്സിൽ വന്ന ടൈമില് 40ഓളം ആളുകൾ വെച്ചിട്ട് എന്റെ വീട്ടിൽ എന്നും പ്രോഗ്രാം നടത്തി, രാത്രി കാലങ്ങളിലും പ്രോഗ്രാം. ഇന്ന് എന്റെ നാട്ടിൽ ഞാനും ഈ ലത്തീഫ് സാർ അല്ലാതെ വേറെ ആരില്ല. ബാക്കിയുള്ള ആളുകളൊക്കെ നിർത്തിപ്പോയി, അതുകൊണ്ട് അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല. അപ്പൊ അതാണ്, നമ്മൾ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉറച്ച തീരുമാനമാണ്, നമുക്ക് വിശ്വാസം വേണം, നമുക്ക് കമ്പനിനെ വിശ്വാസം വേണം, അതുപോലെ മാനേജ്മെന്റിനെ, പ്രൊഡക്റ്റിനൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എങ്ങനെയാണ് വിജയിക്കാൻ പറ്റും. അപ്പോ നമ്മൾ ഉറച്ച തീരുമാനം എടുത്തതിന്റെ കൂടെ നിന്നാല് വലിയ വലിയ വിജയങ്ങളിൽ നമുക്ക് തീർച്ചയായും എത്താൻ പറ്റും. അപ്പൊ നമ്മളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങള് അല്ലാതെ തീരുമാനത്തോട് കൂടി മുന്നോട്ട് പോവാ. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞത്, നമ്മള് പണ്ട് കാലം കോയൽ കിണറുണ്ട്, നമ്മള് അടിച്ചിട്ട് വെള്ളം കിട്ടുന്ന കോയൽ കിണറുണ്ട്. അപ്പൊ ഞങ്ങളെ ഒരുപാട് അടിച്ച് 99 അടി അടിച്ച് 100ാമത്തെ അടിക്ക് വെള്ളം ചാടാൻ നിൽക്കുക. അപ്പൊ നമ്മൾ നിർത്തി പോകണം. 100ാമത്തെ ഒരു അടിമ്പാട് എടുക്കാൻ താമസമുള്ളൂ. പിന്നെ അത് നിർത്തിയ പിന്നെ നമുക്ക് തൽക്കുന്നുള്ളൂ. അതാണ് നമ്മൾ ഈ ബിസിനസ്സിൽ അധികം ആളുകള് നമ്മൾ ക്ഷമിച്ചതിന്റെ കൂടെ നിന്നാൽ നമുക്ക് വലിയ വിജയങ്ങളിൽ. അപ്പൊ ക്ഷമിച്ചതിന്റെ കൂടെ നിന്നാല് നമുക്ക് നമ്മളെല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ പറ്റും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ 4ാമത്തെ ഡെഡിക്കേഷൻ ആണ്, സമർപ്പണം. നമ്മൾ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് സമർപ്പിക്കുക. നമ്മളെ ലീഡേഴ്സ് പറഞ്ഞ് എന്ത് പറയാം അത് അനുസരിക്കാം. ലീഡറോട് പറയാം, ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്, എന്നെ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനുള്ള അനുമതി ഉണ്ട്, എനിക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കണം. ആ ഒരു ഉറപ്പ് ലീഡേഴ്സിന് കൊടുത്താൽ നമുക്ക് വിജയിക്കാൻ പറ്റും. നമ്മൾ കല്യാണം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, GTSും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. നമുക്കൊക്കെ നമ്മളെ ഫാമിലി ഒരു പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ, പണ്ട് കാലങ്ങളിൽ ഞങ്ങൾക്ക് കോട്ടക്ക് പ്രോഗ്രാം വരുന്നു ആ ബുധനാഴ്ചകളിൽ. അപ്പൊ അന്ന് എന്റെ ഫാമിലിയിൽ നിന്ന് പ്രോഗ്രാം നോക്കില്ല. ഇന്നിപ്പോ ശനിയാഴ്ചയാണ്. അപ്പൊ നമ്മളെ വീട്ടുകാർക്ക് അറിയണം ഇവൻ എന്നാൽ ഈ ദിവസം പ്രോഗ്രാമിന് കിട്ടൂല, വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മളൊരു സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ വിജയിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, നമ്മൾ 2 പേരെ സെലക്ട് ചെയ്യുക. 2 പേരെ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരിതേക്ക് ഇറങ്ങി. അവർ പറയാണ്, ഞാൻ 2 ആളെ കണ്ട് ആ ഒരു പ്രൊഡക്റ്റ് എടുത്തില്ല, ഞാൻ അത്ര രൂപക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ്, അതിൽ കാര്യമില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്താണ് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്, സിസ്റ്റങ്ങളുണ്ട്. നമ്മൾ എന്തൊരു ബിസിനസ് ആയാലും അതിനൊരു സിസ്റ്റം ഉണ്ട്. നമ്മളൊരു സൈക്കിൾ ചവിട്ടാണ്, അതിനൊരു സിസ്റ്റം ഉണ്ട്. അപ്പൊ ഈ ബിസിനസിന്റെ സിസ്റ്റം 4 ബേസിക് ഉണ്ട്, 5 ഫിംഗേഴ്സ് ഉണ്ട്. ഇതൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. അതിന് നമ്മൾ ലീഡേഴ്സ് എന്തെല്ലാം പറയുന്നു ആ രീതിയിൽ നമുക്ക് അതിന്റെ കൂടെ നിൽക്കാൻ പറ്റും. ഇന്ന് വിജയിച്ച ഒരുപാട് ആളുകൾ, ക്രിക്കറ്റിൽ വിജയിച്ച സച്ചിന് എത്രത്തോളം പ്രവർത്തിച്ചിട്ട് അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ഒരുപാട് ഫീൽഡിൽ ഇറങ്ങി ഒരുപാട് കളിച്ച് അങ്ങനെ ലാസ്റ്റാണ് അദ്ദേഹത്തിന് സക്സസ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ എവറസ്റ്റ് കൊടുമിടുകയും അടക്കിയ ഒരു വ്യക്തിയുണ്ട്, ഹിലരി ക്ലിന്റൺ. 16 തവണ അദ്ദേഹം എവറസ്റ്റ് കയറിയിട്ടും പരാജയപ്പെട്ടിട്ട് അവിടുന്ന് പിന്തിരിഞ്ഞിട്ടില്ല. 17ാമത്തെ തവണ അദ്ദേഹം അതിൽ വിജയിച്ച് ഇന്ന് ഇന്ത്യ രാജ്യം അറിയപ്പെടുന്ന വലിയൊരു ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് നേടാൻ പറ്റിയ ഒരാളെ. അതുപോലെ PT ഉഷ ആയിക്കോട്ടെ, PT ഉഷ ഒക്കെ ഒരുപാട് പ്രയത്നിച്ചിട്ടാണ് ഈ നിലയിൽ. അതുപോലെ നമ്മളെ യൂസുഫ് അലി നമുക്ക് പരിചയമുള്ളതാണ്, അപ്പോഴും കേൾക്കുന്ന പേരാണ്, ഒരുപാട് ആളുകൾക്ക് സഹായിച്ചു കൊടുക്കുന്ന ആളുകളാണ്. യൂസുഫ് അലിക്ക് ചെറുപ്പകാലത്ത് വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും സഹിച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ പോയിട്ട് ഈ ചൂട് സഹിക്കാൻ വയ്യാതെ കീറച്ചാക്ക് പൊളിച്ച് അതിൽ വെള്ളം വെച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഗൾഫ് രാജ്യങ്ങൾ ഒരു യുദ്ധം കാര്യങ്ങൾ വന്ന ടൈമിൽ എല്ലാവരും അവിടുന്ന്
രാജ്യം വിട്ട് നമ്മളെ നാട്ടിലേക്ക് പോകുന്ന ടൈമിൽ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വെച്ച് നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? അവൻ പറഞ്ഞ അന്നന്ത് യൂസുഫ് അലി സാർ പറഞ്ഞ അന്നം തന്ന നാടെന്നെ ചതിക്കില്ല. അന്ന് അതിൽ ഉറച്ചു നിന്നതുകൊണ്ട് ഇന്ന് വലിയ കോടീശ്വരനാവാൻ പറ്റി. അപ്പൊ ഞമ്മക്കൊക്കെ ഇന്നിപ്പോ യൂസുഫ് അലി 35 വർഷം കൊണ്ടാണ് ഇത്ര വലിയ കോടീശ്വരനായിട്ടുള്ളത്. അപ്പൊ ഞമ്മക്ക് 35 വർഷം വേണ്ട ഈ ഒരു ബിസിനസ്സിൽ 5 വർഷം വളരെ ആത്മാർത്ഥമായി വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഇതിൽ വലിയ വലിയ വിജയം ഉണ്ടാകും. അതുപോലെ രവി പിള്ള, അതുപോലെ നമുക്ക് വേറുള്ള ആളുകളാണ് നമുക്ക് KR ബാലേട്ടൻ, അങ്ങനെ ഒരുപാട് സക്സസ് ആയ ഒരുപാട് ആളുകളെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ അത്ര വലിയ സക്സസ് ആയിക്കണമെങ്കിൽ അവരൊക്കെ ഇതിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഒരിക്കലും നമ്മളൊരു പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ വിജയിച്ചിട്ടില്ല. ഒരിക്കലും അങ്ങനത്തെ ആളുകളെ കാണാൻ പറ്റില്ല. അപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഒരു ഫീൽഡ് വർക്കുമായി ബന്ധപ്പെട്ട് പോയപ്പോ ഞങ്ങളെ ചെമ്പ്ര ഭാഗത്ത് ഒരു കമ്പനി നടക്കുന്ന വ്യക്തി. അപ്പൊ ആ കമ്പനിയിൽ 120 ആളുകൾ ജോലിക്കാരുണ്ട്. അവർക്ക് നമ്മളെ ഹോം മീറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ അതിന്റെ മുതലാളിനെ കണ്ട് ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെറുപ്പത്തില് മാക്സി ഇതിലാക്കിയിട്ട് ബാഗിലാക്കിയിട്ട് ഒരുപാട് വീടതരം കയറി വിറ്റ ഒരു വ്യക്തിയാണ്. അങ്ങനെ മാക്സി വിറ്റ് അതിന്റെ കൂടെ ഫർദ മദ്രസകൾ കൊണ്ടുപോയിട്ട് ഇന്നിപ്പോ അദ്ദേഹം വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ടുണ്ട്. അദ്ദേഹം ക്ഷമിച്ചു നിന്ന്, അതുകൊണ്ട് അദ്ദേഹം വിജയിക്കാൻ പറ്റി. ഇന്ന് 100-200 ആളുകൾ ജോലി ചെയ്യണ വലിയൊരു സ്ഥാപനം, ഇതിന്റെ നമ്മള് ടെക്സീസ് പോലത്തെ ഡ്രസ്സ് അടിച്ച് വിൽക്കണ. അദ്ദേഹം പറയും ഇത്രത്തോളം ക്ഷമിച്ചതുകൊണ്ട് എനിക്ക് വിജയിക്കാൻ പറ്റി. അപ്പൊ നമ്മളൊക്കെ പരാജയപ്പെടാനൊക്കെ ക്ഷമിക്കാൻ നമുക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റണില്ല. അപ്പൊ നമ്മൾ ക്ഷമിച്ചതിന്റെ കൂടെ നിന്നാൽ നമുക്ക് വലിയ വിജയിക്കാൻ പറ്റും. പിന്നെ 5ാമത്തെ D ആണ് ഡിസിപ്ലിൻ. നമ്മൾ എന്തൊരു കാര്യം അച്ചടക്കം വേണം. അച്ചടക്കത്തോടെ കൂടെ എന്തൊരു പ്രവർത്തിക്കാൻ നമുക്ക് വിജയിക്കാൻ പറ്റും. നമ്മൾ ലീഡേഴ്സ് എന്താ പറഞ്ഞത്, നമ്മളൊരു പ്രോഗ്രാം പോയാൽ അവിടെ നല്ല രീതിയിൽ അവരെന്താ പറഞ്ഞത് അതനുസരിച്ച് നിൽക്കുക. അതുപോലെ നമ്മൾ പ്ലാൻ കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ അപ്ലൈന് കൂടെ ഡൗൺലൈൻസ് നമ്മൾ പോവാണ്, നമ്മളെ അപ്ലൈന് അവിടെ പ്ലാൻ കൊടുക്കുക, നമ്മളവിടെ മൊബൈലിൽ തോണ്ടിയിരിക്കുക, അതിലൊന്നും കാര്യം നമ്മൾ അവർ പറഞ്ഞ് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നാലും നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവും. മറ്റുള്ള ആളുകളോടും പറഞ്ഞു പറ്റും. മറ്റേ വേറൊരു ഡീലുള്ള ഡയറക്ഷനാണ്, ദിശാബോധം. ദിശാബോധം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വിജയിക്കാൻ പറ്റും. 4 ചക്രമുള്ള ഒരു വണ്ടിയിൽ കയറി ഇരുന്ന് നമുക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ദിശാബോധത്തോടെ കൂടി പോസിറ്റീവ് മൈൻഡോട് കൂടി നമ്മൾ രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതുപോലെ നമുക്കൊരു ഡയമണ്ട് ആണെന്ന ലക്ഷ്യം വേണം, ഒരു ദിശാബോധം വേണം. അതുപോലെ നമുക്ക് എല്ലാ വീക്കിൽ 2,16,000 ബിസിനസ്സിലൂടെ നേടും. അതുപോലെ ഇതിന്റെ ഒരുപാട് ലോയൽറ്റി ബോണസ്, എല്ലാ റാങ്കും 10ഓളം ആയിട്ട് ഇൻകങ്ങൾ ഉണ്ട്. അതൊക്കെ ഞാൻ ഒരു ബിസിനസ്സിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ വലിയ ഉന്നത വിജയങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ വേറെ കാര്യം ഡ്യൂപ്ലിക്കേഷൻ. നമ്മളെ ബിസിനസ്സിൽ 7ാമത്തെ D ആണ് ഡ്യൂപ്ലിക്കേഷൻ. കോപ്പി അടിക്കുക. നമ്മള് ഇന്നൊക്കെ കോപ്പി അടിച്ചിട്ടുള്ള നമ്മളെ പരീക്ഷകളൊക്കെയാണ്, അത് നമുക്ക് തെറ്റാണ്. ഇതിൽ കോപ്പി അടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വിജയിക്കാനുള്ള ഏറ്റവും വലിയ നമ്മള് ലീഡേഴ്സ് എന്താ ചെയ്യുന്നത്, അത് കോപ്പി അടിക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളിപ്പോ ഒരു ബിസിനസ്സിൽ വന്നാലുള്ള ലീസ്റ്റ് ബിൽഡിങ്, ആ ലീസ്റ്റ് ബിൽഡിങ് ചെയ്ത് നമ്മൾ ഒരാളെ എങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുക്കണം, ലീഡേഴ്സ് എങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുക്കണം, അവർക്ക് വിളിച്ചിട്ട് ഒറ്റടിക്ക് അറ്റാക്ക് ചെയ്ത് അവരൊരു വീട്ടിൽ പോയിട്ട് കാണാൻ പാടില്ല. അവർക്ക് ആദ്യം ഫോൺ എടുത്തിട്ട് അവരോട് വിളിക്കാം, ഇങ്ങനെ എന്റെ പേര് അഫ്സറാണ്, നമ്മൾ അറിയുന്ന ആളുകളെ കാരണം അപ്പൊ അവരോട് പറയും ഇങ്ങനെ നല്ലൊരു പ്രൊജക്ട് ഉണ്ട്, അപ്പൊ നിനക്കും എനിക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു പ്രൊജക്റ്റാണ്. അപ്പൊ അവര് കാര്യങ്ങൾ ചോദിച്ചു എന്താണ് ഏതാന്നൊക്കെ ചോദിച്ചു. അവരോട് നമ്മൾ ഫോണിലൂടെ ഒരിക്കൽ പറഞ്ഞത്, ഈ വീട്ടിൽ എപ്പോഴാണ് ഒരു 1/2 മണിക്കൂർ ഞങ്ങൾക്ക് ടൈം തരണം, അപ്പൊ വന്ന് നേരിട്ട് സംസാരിക്കാൻ. അങ്ങനെ പോയി സംസാരിക്കുമ്പോൾ ഒരിക്കലും ഫോണിലൂടെ അതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്, ഡയറക്ഷൻ. അപ്പൊ തന്നെ അവർ നെഗറ്റീവ്, കാരണം അവർ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് പല കമ്പനികളിൽ നിന്ന് മണി സ്കീം വന്നിട്ട് ഒരുപാട് ആളുകൾ കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളുകളൊക്കെ ഏതൊരു വിഷയം കേൾക്കുമ്പോൾ അത് മണി ചെയിൻ എന്നുള്ള വിഷയമാണ്. ചുടുവെള്ളത്ത് ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ട ചാടുവെള്ളം ചെല്ലില്ല എന്നത് പോലെയാണ് ആളുകൾ. അപ്പൊ നമ്മൾ ആ വ്യക്തികളോട് നേരിട്ട് പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താല് അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും. ഇതിലൂടെ ബിസിനസ്സൊക്കെ ഇറങ്ങി നമ്മളെ കൂടെ കട്ടക്ക് നിൽക്കും. പിന്നെ വേറെ കാര്യങ്ങൾ, നമ്മൾ ലീഡേഴ്സ് എന്താണ് പറയുന്നത് അനുസരിക്കുക, പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കുക. നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടെങ്കിൽ വിജയിക്കാൻ പറ്റും. നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പോകണമെങ്കിൽ, നമ്മളിപ്പോ ഒരു കവചപ്രാശം സെയിൽ ചെയ്യാണ്, അതിനെ കുറിച്ച് വലിയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഒരിക്കലും സെയിൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ യൂസ് ചെയ്ത് അതിന്റെ അനുഭവങ്ങൾ പറയുമ്പോഴേ നമുക്ക് അതിൽ സെയിലിംഗ് നടക്കുള്ളൂ. ഒരു വ്യക്തിയോട് സെയിൽ ചെയ്യുന്ന കാര്യങ്ങൾ പറയണ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ടൂണില് സംസാരിച്ച് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്താലേ നമുക്ക് ആ പ്രൊഡക്റ്റ് അവർ വാങ്ങും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ പ്രൊഡക്റ്റ് KYC ചെയ്യാൻ പഠിക്കുക, അതുപോലെ ഐഡിയ അടിക്കാൻ പഠിക്കുക. നമ്മളെ ലീഡേഴ്സിന് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മളിപ്പോ ഒരുപാട് ബിസിനസ്സിൽ വന്നിട്ട് നമ്മള് ലീഡേഴ്സ് എങ്ങനെ ഐഡിയ എടുക്കുക, കാര്യങ്ങൾ ചോദിക്കുക, മനസ്സിലാക്കുക, അത് പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക.
അതുപോലെ KYC ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ നമ്മള് ലീഡേഴ്സ് എങ്ങനെയാണ് ഇപ്പൊ നമ്മളൊക്കെ ഇതിൽ വന്ന ടൈമിന് എത്ര ദിവസം കൊണ്ടാണ് അദ്ദേഹത്തെ ഒരു ഇൻകം എത്തിച്ചു കൊടുത്ത്, ഏത് രൂപത്തിലെ വരുമാനം വാങ്ങി, ഏത് രൂപത്തിലെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മളെ ഇതില് 750 പ്രൊഡക്റ്റ് 750 ബിസിനസ്സോടും കയറുന്ന എലമെന്റ് ഓൺ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. 35 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്താണ് ബിസിനസിന്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുക. അതാണ് ലീഡേഴ്സ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഒരു POC പോയാൽ എങ്ങനെയൊക്കെ പ്രൊഡക്റ്റ് എടുക്കണം, എങ്ങനെയൊക്കെ റൗണ്ട് ആവാൻ എന്തെല്ലാം ചെയ്യണം, ഓർഡർ ഫോമിൽ ഏതെല്ലാം രൂപത്തിൽ എഴുതണം, അതൊക്കെ നമ്മൾ ലീഡേഴ്സ് പറഞ്ഞ അനുസരിച്ച് നമുക്ക് പഠിക്കണം. എന്നാലേ നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതുപോലെ നെഗറ്റീവായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നെഗറ്റീവുള്ള ആളുകളെ കൂടെ നടക്കാതിരിക്കുക. നമ്മൾ നെഗറ്റീവുള്ള ആളുകളെ കൂടെ നടക്കുകയാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് വരും. അതുപോലെ സക്സസ് ആയ ആളുകൾ കൂടെ നടന്നാൽ നമുക്ക് നല്ല രീതിയിൽ സക്സസ് ഉണ്ടാവും. അവരുടെ കൂടെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളെ വിജയിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അവരോട് നെഗറ്റീവും പറയാതെ നമ്മുടെ ടീമിന് പല വിഷയങ്ങളുണ്ട്, അതൊക്കെ സോൾവ് ആക്കിയിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി വിടുക. ഈ ബിസിനസ് ഈ രൂപത്തിൽ ചെയ്യണം, അതിന് സിസ്റ്റം ഉണ്ട്, അതുപോലെ മെന്റർ ഉണ്ട്. നമ്മൾ എന്ത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ലീഡേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പൊ ആ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് മറ്റുള്ള ആളുകളെ ഹോം മീറ്റിംഗിലേക്ക് ക്ഷണിക്കുക. അതായത് ഹോം മീറ്റിംഗ് നടത്തുമ്പോൾ നമ്മൾ പരമാവധി ഹോം മീറ്റിംഗുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവാം. അതായത് നമ്മള് 1-to-1 പ്ലാനെക്കാട്ടും ഏറ്റവും ഗുണം ചെയ്യുന്ന ഹോം മീറ്റിംഗ് ആണ്. ഒരു 10 ഹോം മീറ്റിംഗ് നമുക്ക് ഒരു ദിവസം നടത്താൻ പറ്റുകയാണ് ചുരുങ്ങത്. ഒരു 10-20 ആളെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പൊ ഒരു ദിവസം നമുക്ക് 6 ആളെ ഓരോ 1-to-1 പ്ലാൻ ആണെങ്കിൽ 5-6 ആളുകൾ കാണാൻ പറ്റുള്ളൂ. മറ്റുള്ള നമുക്ക് 10-20 ആളുകൾ ഒറ്റയടിക്ക് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ സാധിക്കും. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോവാം. അതുപോലെ നമ്മൾ തീരുമാനം എടുക്കുക. ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഇന്ന് വിജയിച്ച ആളുകളൊക്കെ അങ്ങനെയാണ്. ഒരു മിഷൻ വേണം നമുക്ക്. ആ മിഷനോട് കൂടി പ്രവർത്തിക്കുക. നമ്മള് ഓരോരുത്തർക്കും 100% വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. നമ്മളെ പ്രൊഡക്റ്റില് നമ്മളെ ലീഡറെ കുറിച്ചിട്ട്, അതുപോലെ ലീഡേഴ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ ഒരു ക്ലോസിംഗ് നടന്ന ദൈവത്തോട് നന്ദി പറയാം. എപ്പോഴും നന്ദി പറയാം. നമ്മളെ ഈ മൈലൈഫ് എന്ന കമ്പനി എത്തിച്ച ദൈവത്തിന് നന്ദി. അതുപോലെ നമ്മൾ ഒരു ദിവസം വർക്കിന് ഇറങ്ങി വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ ദൈവത്തോട് നന്ദി പറയുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിച്ച്, ഒരു പ്രൊഡക്റ്റ് കൊടുക്കാൻ സാധിച്ച്. നമ്മളിന്ന് ഏറ്റവും വലിയൊരു എന്താണ് ചാരിറ്റിയാണ് ചെയ്യേണ്ടത്. ഒരുപാട് പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. പല ഫീൽഡിലൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അതിനൊക്കെ പറ്റും നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മളെ കയ്യിലുള്ളത്. അത് ആദ്യം നമ്മളെ ഫാമിലിയിൽ പ്രൊമോട്ട് ചെയ്യുക. ഏറ്റവും വലിയൊരു സ്വതക്കയാണ് നമ്മൾ ചെയ്യുന്നത്. അവരെ അസുഖം മാറി ഒരു അൽഹംദുലില്ലാ പറഞ്ഞാല് നമുക്ക് ഏറ്റവും വലിയ ഗുണമല്ലേ. അപ്പോ അതനുസരിച്ച് ഇതിൽ പ്രവർത്തിച്ച് നമ്മളെ വിജയിക്കാൻ പറ്റും. നമ്മൾ വേറൊരാൾ ഈഗോ കാര്യങ്ങളുണ്ട്, ഒരാൾ വിജയിച്ചാൽ അവരെ അസൂയപ്പെടരുത്. വിജയിക്കണം. അവർക്ക് വേണ്ടി നമ്മളെ ഗ്രൂപ്പുകൾക്ക് ഒരുപാട് പുതിയ റാങ്ക് അച്ചീവ് ചെയ്ത് നമുക്ക് ഒരുപാട് പോസ്റ്റും കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ലൈക്ക് അടിക്കുക. എന്നാലും നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അപ്പൊ ആര് വിജയിച്ചാൽ അതിൽ നമുക്ക് സന്തോഷം ഉണ്ടെങ്കിൽ നമ്മൾ വിജയിക്കുള്ളൂ. വേറൊരാൾ വിജയിച്ചാല് അവൻ വിജയിച്ച് ഞാൻ എത്രത്തോളം കാര്യം, അങ്ങനെ ഒരു നെഗറ്റീവ് പോലും നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. അങ്ങനെയൊക്കെ വന്ന ആളുകൾ ഇന്ന് വിജയിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ചെയ്യാൻ പറ്റിയ ബിസിനസ്സാണ്. സത്യം മാത്രം നമുക്കൊരു സ്വതക്കയായിട്ട് ചെയ്യാൻ പറ്റിയ സംഭവമാണിത്. നമ്മളിലൂടെ ഒരുപാട് ആളുകൾ നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റിയാല്, അതുപോലെ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റിയാല്, അതുപോലെ ഒരുപാട് സ്വപ്നങ്ങൾ ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റിയാലൊക്കെ നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യവന്മാരാണ്. ഇന്ന് പല ഏരിയകളിൽ നമ്മൾ കാണുന്ന ഒരു വിഷയമാണ് വീട് പണിക്ക് വേണ്ടിയിട്ട് ചാരിറ്റി നടത്തുക. നമ്മള് പള്ളിന്റെ മുന്നിലായിക്കോട്ടെ, അമ്പലത്തിന്റെ മുന്നിലൊക്കെ പിരിവ് നടത്തണം. അങ്ങനത്തെ ആളുകൾക്ക് നമുക്ക് ക്യാഷ് കൊടുക്കണ്ട. നമുക്ക് 1-2 തവണ അവർക്ക് ക്യാഷ് കൊടുക്കാൻ പറ്റുള്ളൂ. അവര് ആജീവനാന്തം വിജയിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് എത്തിച്ചു കൊടുത്ത പോരെ. അവർക്ക് ഈ ബിസിനസ് എത്തിച്ചു കൊടുത്താല് അവർക്ക് നല്ല വരുമാനം കിട്ടും. അതുപോലെ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിച്ച് അവർക്ക് വിജയിക്കാൻ പറ്റൂലേ. അപ്പൊ അങ്ങനെ ഒരുപാട് നമ്മളെ ഫാമിലിയിലും പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവരിലേക്ക് നമ്മൾ വളരെ ഉഷാറായിട്ട് നമ്മൾ ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്താൽ വലിയ വലിയ വിജയങ്ങളിൽ എത്താൻ പറ്റും. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഈ ഒരു ബിസിനസ്സിൽ വലിയ വിജയം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇൻഷാ അല്ലാഹ്, അപ്പോ ഇത്ര നേരം കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങൾ അർപ്പിക്കണം. നല്ല രീതിയിൽ നമ്മൾ ഈ ബിസിനസ്സിൽ നല്ല തീരുമാനം എടുത്ത് മുന്നോട്ട് പോയാൽ വിജയിക്കാൻ പറ്റും. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസ നേരുന്നു. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.